നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇൻസ്റ്റൻറ്റ് ബനാന വൈനാണ്. ഈ പ്രാവശ്യം എല്ലാവരും വീട്ടിൽ തന്നെ വൈൻ പ്രിപ്പയർ ചെയ്യണം. കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമേ ഇല്ല. പെട്ടെന്ന് തന്നെ 10 ദിവസം കൊണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് നിങ്ങൾ എല്ലാവരും ഇപ്പം തന്നെ ഇതിന് വേണ്ട തയ്യാറെടുപ്പുകൾ ചെയ്യണം. നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വൈൻ കൂടിയാണിത്. പ്രിപ്പറേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാനൊന്ന് ചോദിക്കുകയാണ്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യണം. നിങ്ങൾ റെസിപ്പി ഉണ്ടാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക്സ് വന്ന് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വൈൻ പ്രിപ്പറേഷനിലേക്ക് പോകാം. നമ്മൾ വൈൻ ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഒരു ഭാഗത്തായിട്ട് എല്ലാം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ പാത്രം ആ പാത്രം എന്ന് പറഞ്ഞ് ഓടുമ്പം ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്ന എല്ലാ പാത്രങ്ങളും നേരത്തെ തന്നെ കഴുകി തുടച്ച് വെള്ളമയമൊന്നും ഇല്ലാതെ ആയിരിക്കണം നമ്മൾ വൈൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. നമ്മൾ വൈൻ പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത് മരത്തവി അഥവാ തടി കൊണ്ടുള്ള തവികളാണ്. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന തവികൾ കഴിവതും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നതാകുമ്പോൾ അതിലെ കറികളുടെ മണവും അങ്ങനെയൊക്കെ തടിയിലുണ്ടാവും. അപ്പോൾ പുതിയൊരു തവിയാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് കഴുകി നല്ലതുപോലെ ഉണക്കിയെടുത്താൽ മാത്രം മതി. ഇന്ന് നമ്മൾ പഴം കൊണ്ടാണ് വൈൻ പ്രിപ്പയർ ചെയ്യുന്നത്. നാട്ടിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പാളയൻകോടൻ പഴം കൊണ്ടും വൈൻ പ്രിപ്പയർ ചെയ്യാം. ഇവിടെ UAE-യിൽ നമ്മുടെ നാട്ടിലെ പച്ചച്ചിങ്ങൻ പഴത്തിനോട് ഏകദേശം സാമ്യമുള്ള ഫിലിപ്പൈൻസിൽ നിന്ന് വരുന്ന പഴമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇന്ന് വൈൻ ഇടുമ്പോൾ അതിന് യൂസ് ചെയ്യുന്ന പഴം ഒരുപാട് പഴുത്ത് പോകാൻ പാടില്ല, പച്ചയുമാകാൻ പാടില്ല. അതായത് ഒരു 3/4 പരുവം പഴുത്തതായിരിക്കണം. നമ്മൾ പഴത്തിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാനാണ് പോകുന്നത്. ഒരു വെയിങ് സ്കെയിലിൽ ഞാനൊരു പാത്രം വെച്ചു. അത് 0 ആക്കിയതിന് ശേഷമാണ് ഞാനിപ്പോൾ പഴം ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിലങ്ങനെ വെയിങ് സ്കെയിൽ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല പഴം തൂക്കിയെടുക്കാൻ. ഞാനിത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 1.25 കിലോ പഴം വാങ്ങിച്ചിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് 1 കിലോ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ 1 കിലോ പഴത്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഒരു 1.25 കിലോ പഴമെങ്കിലും മിനിമം വേണം 1 കിലോ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞൊരു ഗ്ലാസിൻ്റെ പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഒരു തവി കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കുവാണ്. അപ്പോൾ 1 കിലോ പഴത്തിനാണ് നമ്മളിന്ന് വൈനിടുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട സ്പൈസസ് ആണിത്. ഒരു 4 ഏലക്ക, ഒരു 4 കഷ്ണം പട്ട, ഒരു 4 ഗ്രാമ്പു. ഇന്ന് ഈ പഴം വൈനിലേക്ക് നമ്മളൊരു 4 മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലിയാണ്. പിരിയൻ മുളക് ഉണ്ടെങ്കിൽ അതായാലും മതി. നിങ്ങളുടെ കയ്യിൽ അത് രണ്ടും ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മുളക് ഒരു 3 പീസ് എടുത്താൽ മതി. ഇതിപ്പം കാശ്മീരി ആയതുകൊണ്ട് 4 എണ്ണം ഞാൻ എടുക്കുന്നു എന്നേ ഉള്ളൂ. ഇനി നമ്മൾക്ക് വേണ്ടത് ഈസ്റ്റാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എന്ന് എഴുതി വരുന്നതാണെങ്കിൽ നമുക്കൊരു ടീസ്പൂൺ ഡയറക്റ്റ് തന്നെ നമ്മുടെ വൈനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിന്ന് യൂസ് ചെയ്യുന്നത് ഡ്രൈ ഈസ്റ്റാണ്. അതായത് തരിതരിയായിട്ട് ഇങ്ങനെ ഉണ്ട പോലെ ഇരിക്കുന്ന ഈ ഈസ്റ്റ്. ഞാനിതൊന്ന് ഫെർമെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ വൈനിലേക്ക് ഇട്ട് കൊടുക്കാറുള്ളൂ. അപ്പോൾ ഒരു ടീസ്പൂൺ ഈസ്റ്റ് നമുക്കൊരു ചെറിയ പാത്രത്തിലോട്ട് ഇട്ടിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം, അതായത് ലൂക്ക് വാം വാട്ടർ ഒരു 2-2.5 ടീസ്പൂണും കൂടെ ഒഴിച്ചിട്ടൊന്ന് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് മാറ്റി വെക്കാം. ഇതൊരു 2-3-4 മിനിറ്റിനുള്ളിൽ തന്നെ പൊങ്ങി വന്നോളും. നമ്മൾ നേരത്തെ കാണിച്ച ആ സ്പൈസസ് ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചാൽ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ നമ്മുടെ വൈനിലേക്ക് നല്ലതുപോലെ ഇറങ്ങും. വൈനിലേക്ക് ചേർക്കുന്ന മുളകും ചെറിയ ചെറിയ പീസസ് ആക്കി നമുക്കൊന്ന് മുറിച്ചൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി പഞ്ചസാരയാണ് നമുക്ക് ചേർക്കേണ്ടത്. 1 കിലോ പഴത്തിന് ഞാൻ 750 ഗ്രാം പഞ്ചസാരയാണ് ചേർക്കുന്നത്. 1 കിലോ വരെ ചേർക്കുന്നവരുണ്ട്, പക്ഷേ എനിക്ക് അത്രയ്ക്കധികം മധുരം വേണ്ട. 750-ൽ താഴണ്ട, ഒരു 750 ഗ്രാം കറക്റ്റ് മധുരമായിരിക്കും. ഇനി നമ്മൾ വൈനിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ വെള്ളം നല്ലതുപോലെ നമ്മൾ തിളപ്പിച്ചെടുക്കണം. ആ വെള്ളം നമ്മൾ റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമേ നമ്മുടെ വൈനിലേക്ക് യൂസ് ചെയ്യാവൂ. അതായത് നമ്മൾ വെള്ളമൊക്കെ പച്ചവെള്ളം കുടിക്കുന്നതെന്ന് പറയില്ല, അപ്പോൾ അതേ ടെമ്പറേച്ചറിലേക്ക് നമ്മൾ വെള്ളം ആക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിന് എത്ര അളവാണെന്നാണ് നമുക്ക് പറയേണ്ടത്. 1 കിലോ പഴത്തിന് 1 ലിറ്റർ വെള്ളം നമുക്ക് ചേർക്കാം. ഒരുപാട് കട്ടി വൈൻ വേണ്ടാത്തവർക്ക് ഒരു 1.25 ലിറ്റർ വെള്ളം വരെ ചേർക്കാം. ഞാൻ ഒരു 1.25 ലിറ്റർ വെള്ളം ചേർത്തിട്ടുണ്ട് ഇതിൽ.
വൈൻ ഇടാൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഗ്ലാസ് ജാറ് അല്ലെങ്കിൽ ഭരണി. ഇവിടെ ഗൾഫിൽ ഭരണിയൊന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാൻ കഴിയുന്നതും വലിയ ഒരു ഗ്ലാസ് ജാറ് ഒരുപാട് കടകളിൽ തപ്പിയിട്ടാണ് കിട്ടിയത്. നമ്മുടെ ഈസ്റ്റ് നല്ലതുപോലെ ഫെർമെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേഗം നമ്മുടെ വൈൻ ഇടുന്നത് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ പഴം ഉടച്ചു വെച്ചിരുന്നത് കുറച്ച് നമ്മുടെ ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം പഞ്ചസാര കുറച്ച് അതിൻ്റെ മുകളിലേക്ക് ഇടാം. അതിനുശേഷം ഈ പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. വീണ്ടും കുറച്ച് പഴം, വീണ്ടും കുറച്ച് പഞ്ചസാര. നമ്മൾ വൈൻ മേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ വൈൻ ഇടുന്ന ഈ ഗ്ലാസ് കണ്ടെയ്നർ അല്ലെങ്കിൽ ഭരണിയൊക്കെ എപ്പോഴും കഴുകി തുടച്ച് ഒട്ടും വെള്ളമയമില്ലാതെ തന്നെ നമ്മൾ വെക്കണം. നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ ചൂടെന്ന് പറയുന്നത് ഒരു ശകലം പോലും ചൂട് പാടില്ല, നല്ലതുപോലെ തണുക്കണം. അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ നേരത്തെ തിളപ്പിച്ച് മാറ്റി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ബാക്കി പഞ്ചസാര എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇടാനുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നേരത്തെ നമ്മളൊന്ന് പൊടിച്ചു വെച്ച സ്പൈസസ് ആണ്. കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന മുളക് കൂടി ഗ്ലാസ് ജാറിനുള്ളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫെർമെൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈസ്റ്റാണ്. അതും കൂടെ അതിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം വൃത്തിയുള്ള നമ്മുടെ തടി കൊണ്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിയണം. അങ്ങനെ ഒരുപാട് ഓവറായിട്ടൊന്നും ഇളക്കണ്ട. ഇങ്ങനെ 1, 2, 3 പ്രാവശ്യം ഇളക്കുമ്പോൾ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അതിലങ്ങ് അലിഞ്ഞ് ചേർന്നോളും. നമ്മൾ വൈൻ ഇട്ട് വെക്കുന്ന പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാത്രമേ വൈൻ നമ്മളിങ്ങനെ നിറച്ച് വെക്കാൻ പാടുള്ളൂ. ഒരുപാട് ലൂസായ ഗ്ലാസ് ജാറാണ് അല്ലെങ്കിൽ ഭരണിയാണെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ഒന്ന് ടൈറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു വെള്ള വൃത്തിയുള്ള തുണി ഇങ്ങനെ ചെറിയ പീസാക്കി മടക്കി അതിൻ്റെ മുകളിലിട്ടിട്ട് നമുക്കതിൻ്റെ അടപ്പടച്ചു വെക്കാം. സാധാരണ ഞാൻ വെള്ള തുണി കൊണ്ട് ഇങ്ങനെ ചെയ്യാറില്ല. നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. 10 ദിവസം കൊണ്ടാവുന്ന ഇൻസ്റ്റൻറ്റ് വൈനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ വൈനിട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു 5 മണിയായി. അപ്പോൾ നാളെ 5 മണിക്ക് നമ്മളിത് ഇളക്കി കൊടുക്കണം. അങ്ങനെ മുടങ്ങാതെ 10 ദിവസം. ഇതൊരു ഇരുട്ടുള്ള സ്ഥലത്താണ് നമ്മൾ വെക്കേണ്ടത്. കിച്ചണിലെ ക്യാബിനറ്റിൻ്റെ മൂലയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അലമാരയുടെ ലൈറ്റ് അടിക്കാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മളിത് വെക്കണം. 2ാമത്തെ ദിവസം വൈൻ ഇളക്കാനാണ് ഞാൻ എടുത്തത്. നിങ്ങൾ വിചാരിക്കും ഇതെന്താ 2 ജാർ ഇപ്പോൾ എന്ന്. ഇന്നലെ ഞാൻ ക്യാബിനറ്റിലൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നോക്കിയപ്പോൾ വല്ലാണ്ടത് ഫെർമെൻ്റായി പുറത്തേക്ക് വരുമോ എന്ന് എനിക്കൊരു ഭയം. അപ്പം തന്നെ ഞാനിത് 2 ജാറിലേക്ക് മാറ്റിയതാണ്. നിങ്ങളുടെ കയ്യിലപ്പോൾ വലിയ ജാറൊന്നും ഇല്ലെങ്കിലും പേടിക്കണ്ട. 2 കുപ്പികളിലായിട്ട് നമുക്കിങ്ങനെ ചെയ്തിടാം. ഇനി ഇത് ഇളക്കുന്ന കാര്യം എല്ലാവരും മറക്കണ്ട. അലാമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് ഇളക്കിയെടുക്കണം 10 ദിവസം. ഇപ്പം 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് വൈൻ അരിച്ചെടുക്കാനാണ് പോകുന്നത്. അരിച്ചെടുക്കാൻ വേണ്ടി 2-3 തവി. ഇത് നമ്മുടെ ഫണലാണ്. കുപ്പിയിലേക്ക് വൈൻ ഒഴിക്കുമ്പോൾ നമുക്ക് യൂസ്ഫുള്ളാണ്. ഇത് അരിപ്പാണ്. നമ്മൾ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്നില്ല. ഏറ്റവും നല്ല ഇഴയടുപ്പമുള്ള അരിപ്പാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മളിത് വൈൻ പകരാൻ എടുക്കുന്ന പാത്രം ഗ്ലാസ് വെയർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പ്ലാസ്റ്റിക്കും ഗ്ലാസിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏതാണ് സൗകര്യം എന്ന് നോക്കിയിട്ട് ഞാനങ്ങ് യൂസ് ചെയ്യും. ഞാനിവിടെ ഒരു ഉണങ്ങിയ തവി എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ഡേ എടുക്കുന്ന വൈൻ അന്ന് ഒരിക്കലും ഇളക്കാൻ പാടില്ല. കലങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. നമ്മൾ ഈ തവി ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിലുള്ള ആ പഴത്തിൻ്റെ സത്ത് കുറച്ചൊന്ന് നമുക്ക് കോരിയെടുക്കാം. വല്ലാണ്ട് നമ്മുടെ വൈനിൽ ഇത് അലിയുവാണെങ്കിൽ ഒരുപാട് കലങ്ങിയ വൈനായിരിക്കും നമുക്ക് കിട്ടുക. അതും ഒരു അരിപ്പയിലേക്ക് നമുക്കിങ്ങനെ ഇട്ടതിന് ശേഷം ചെറുതായിട്ട് നമുക്കൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്തുള്ള വൈനിൻ്റെ കണ്ടൻറ്റൊക്കെ നമ്മുടെ പാത്രത്തിലേക്ക് വീഴും. വല്ലാണ്ട് നമ്മളൊരു സ്പൂൺ കൊണ്ട് ഇളക്കി ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ അതിൻ്റെ അകത്തുള്ള സത്ത് നമുക്ക് കിട്ടും. എൻ്റെ കയ്യിൽ അരിപ്പൊടിയൊക്കെ അരിച്ചെടുക്കുന്ന ടൈപ്പിലുള്ള ഒരു വലിയ അരിപ്പയുണ്ട്. ഞാൻ അതിലോട്ട് വൈൻ ഒന്ന് ഒഴിച്ച് വൈൻ അരിച്ചെടുക്കാൻ പോവുകയാണ്. ചെറുതാകുമ്പോൾ കുറേ സമയം വേണ്ടി വരും. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ വൈൻ നമ്മുടെ പാത്രത്തിലേക്ക് വീഴും. ഞാൻ കണ്ടുപിടിച്ച ഒരു എളുപ്പപ്പണിയാണ്. ഇപ്പം നമ്മുടെ ആ അരിപ്പയിൽ നിന്ന് വൈനൊക്കെ നമ്മുടെ പാത്രത്തിലോട്ട് ഇങ്ങനെ വീണിട്ടുണ്ട്. ചെറുതായിട്ട് നമുക്കൊന്ന് അമർത്തി കൊടുക്കാം. അപ്പം ബാക്കി വൈനും കൂടെ നമ്മുടെ പാത്രത്തിലേക്ക് വീണോളും. നമ്മുടെ വൈൻ ഇപ്പം തന്നെ നമുക്ക് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റാണ് ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട്. എന്നാലും വൈൻ ഇരിക്കുന്തോറുമാണ് അതിൻ്റെ രുചി കൂടുന്നത്. മാത്രവുമല്ല വൈൻ ഇപ്പം കുറച്ച് കലങ്ങിയിട്ടായിരിക്കും. അപ്പം നമ്മൾ ബോട്ടിലിൽ ഒഴിച്ചു വെക്കുകയാണെങ്കിൽ ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ അതൊന്ന് നല്ലതുപോലെ അടിഞ്ഞ് കിട്ടും. അപ്പോൾ അതിൻ്റെ അടിവശത്ത് ഈ പഴത്തിൻ്റെ കുറേ സത്തുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ഇത് അരിച്ചെടുക്കണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഒരു 1-2 പ്രാവശ്യം ചെയ്താൽ മാത്രം മതി. ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇതൊന്ന് അരിച്ചെടുക്കും. ഇപ്പോൾ 2 ബോട്ടിലാക്കിയിട്ട് ഞാനൊന്ന് മാറ്റി വെക്കുവാണ്.
ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വൈനിൻ്റെ താഴേക്ക് ഇതിൻ്റെ മട്ടി അടിഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു 3 ആഴ്ച വെച്ചതിന് ശേഷം ഇത് അരിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഈ 2 ബോട്ടിലെയും ക്ലിയറായ വൈൻ വേറെ 2 ബോട്ടിലേക്ക് മാറ്റുവാണ്. ഞാനൊരു ഗ്രേപ്സിൻ്റെ വൈൻ കൂടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് റെഡി ആയതിനു ശേഷം ആ റെസിപ്പിയുടെ ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഈ ബനാന വൈൻ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ വന്ന് അറിയിക്കാനും മറക്കരുത്. ക്രിസ്മസിൻ്റെ സന്തോഷം എല്ലാവരിലേക്കും പരക്കട്ടെ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.